ആദ്യം സൂരജ് സജിയിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ്. നമ്മുടെ പട്ടാളമൊക്കെ എല്ലാം റെഡിയാണ്. എല്ലാം അവർ മണ്ഡലം നിറഞ്ഞ് കളിക്കാൻ തീരുമാനിച്ചു. സൂരജ് സജി വിവരങ്ങളുമായി ആദ്യം ചേരും. സൂരജ്, തൃശ്ശൂർ ജില്ലയിൽ എന്താണ് സ്ഥിതി? അവിടെ വിവാദങ്ങൾ മൂള പൊട്ടിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, പറയൂ. തീർച്ചയായും ഇന്നലെയും തൃശ്ശൂരിൽ വലിയ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. കേന്ദ്രമന്ത്രിയുടെ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവസാന നിമിഷവും ചൂടേറിയ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് പോയത്. ഇന്നിപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോഴും അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉയർത്തിപ്പിടിച്ച വിവിധ വിഷയങ്ങൾക്ക് ജനവിധി എഴുതുകയാണ്. ഇപ്പോൾ 7 മണിക്ക് തന്നെ വിവിധയിടങ്ങളിൽ പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു. ഞാനുള്ളത് ഈ പൊറനാട്ടുകരയിലാണ്. പൊറനാട്ടുകര SR KGV LP സ്കൂളിലാണ്, LPSലാണ്. അത് പൊറനാട്ടുകരയിലാണ്. ഇവിടെ 4 ബൂത്തുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരത്ത് കോൺഗ്രസ് ശബരിനാഥിനെ ഇറക്കിയുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രൈക്ക് നടത്തിയെങ്കിൽ തൃശ്ശൂരിലേക്ക് വന്നാൽ അടാട്ട് പഞ്ചായത്തിൽ അനിലക്കരയെ ഇറക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നു UDFും കോൺഗ്രസും നടത്തിയത്. ഈ അനിലക്കര വോട്ട് ചെയ്ത ബൂത്തിലാണ് ഞാനുള്ളത്. ഈ സ്കൂളിൽ 4 ബൂത്തുകളുണ്ട്. എന്തായാലും രാവിലെ തന്നെ വലിയ തിരക്ക് വിവിധ ബൂത്തുകളിൽ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. വലിയ നീണ്ട നിര തന്നെ നമുക്ക് കാണാം. ബൂത്ത് ഏകദേശം ഒരു 20-ലധികം ആളുകളൊക്കെ ഈ 4 ബൂത്തുകളിലായി ഓരോ വരിയിലും 20-ലധികം ആളുകൾ വീതം നിൽക്കുന്നുണ്ട്. വിവിധ ഇടങ്ങളിലും രാവിലെ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം രാഷ്ട്രീയ ചൂടാണ് തൃശ്ശൂരിൽ അനുഭവപ്പെടുന്നത്. പലരും ഈ രാവിലെ തന്നെ വോട്ട് ചെയ്ത് പോവുക എന്ന ലക്ഷ്യത്തോടു കൂടി എത്തിയ ആളുകളാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് നമ്മൾ പൊറനാട്ടുകരയിലെ ദൃശ്യങ്ങളാണ്. അതോടൊപ്പം തന്നെ മന്ത്രിമാരുണ്ട്, വിവിധ പ്രധാനപ്പെട്ട പൗരപ്രമുഖരടക്കമുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാവരും, അതായത് രാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങാനാണ് പലരുടെയും തീരുമാനം. സ്കെയിൻ ചോദിച്ചതുപോലെ തന്നെ വലിയ ചൂടേറിയ വിഷയങ്ങൾക്കാണ് കഴിഞ്ഞ നാളുകളിലെല്ലാം തന്നെ തൃശ്ശൂർ സാക്ഷ്യം വഹിച്ചത്. പ്രത്യേകിച്ച് കോർപ്പറേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 24ഉം 25 സീറ്റും മാത്രമാണ്. 25 സീറ്റ് LDFന്, 24 സീറ്റ് UDFന്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയ്ക്കാണ് UDF ഭരണം കോൺഗ്രസിന് നഷ്ടമായത്, UDFന് നഷ്ടമായത്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ ഭരണം തിരികെ പിടിക്കുക എന്നുള്ളതാണ് UDF ലക്ഷ്യം വയ്ക്കുന്നത്. LDFനെ സംബന്ധിച്ച് അവരുടെ വികസന നേട്ടങ്ങളെല്ലാം തന്നെ എണ്ണി പറഞ്ഞുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. BJPയെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP ഉണ്ടാക്കിയ മുന്നേറ്റമുണ്ട്. സുരേഷ് ഗോപിയിലൂടെ ഒരു അക്കൗണ്ട് തന്നെ തൃശ്ശൂരിൽ അവർക്ക് തുറക്കാൻ സാധിച്ചു. അത് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. കാരണം കഴിഞ്ഞ തവണ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത ആളുകൾ ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യും എന്നുള്ളതാണ് അവരും കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ മേയർ സ്ഥാനാർത്ഥിയായ ആദ്യഘട്ടത്തിൽ വി ആതിരയൊക്കെ ഉയർത്തിക്കാട്ടിയുള്ള ഒരു പ്രചാരണമാണ് നയിച്ചത്. എന്തായാലും വലിയ തിരക്ക് തൃശ്ശൂരിലും വിവിധ പോളിംഗ് ബൂത്തുകളിൽ അനുഭവപ്പെടുകയാണ്. സ്കേ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.